നാടകീയ നീക്കങ്ങൾ നടക്കുന്നു. ആശമാരുടെ സമരത്തിന്റെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതുകൊണ്ട് വി.ഡി. സതീശൻ ചടങ്ങിൽ നിന്ന് പിന്മാറി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്ന് ഒരടിസ്ഥാനമില്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായി ഓഡിയോ കുത്തിത്തിരിപ്പ് അല്ല. നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം പ്രതിപക്ഷ നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം അപ്പൊ അദ്ദേഹം എത്താത്തതിന്റെ കാരണം വൃത്തിയായിട്ട് അറിയാം. KPCC യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി അതായത് ആശാവർക്കർമാരുടെ സമരത്തിന് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ്. നിയമസഭാ സാമാജിക നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോ 1000 രൂപ കൂട്ടിയതുകൊണ്ടെല്ലാം ആയി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ റോൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ 260ഓളം ദിവസങ്ങൾ ഈ അമ്മമാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറയേണ്ടതായിട്ടുണ്ട്. അമ്മമാരുടെ സമരം തോറ്റ ചരിത്രമില്ല. അമ്മമാരുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനകത്തൊരു തർക്കവും വേണ്ട. ഈ അടുത്തൊരു സർക്കാർ വരുമ്പോൾ, UDFന്റെ സർക്കാർ വരുമ്പോൾ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരെ ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ V.D. സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അമ്മമാർ കേൾക്കുന്നുണ്ട്, കേരളം കേൾക്കുന്നുണ്ട്, കേരളം മാർച്ചിൽ. ഞാൻ V.D. സതീശൻ ആ വേദിയിലേക്ക് വന്നില്ല അല്ലെ? രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ട് എന്ന് കരുതി അദ്ദേഹം വന്നില്ല, അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇക്കാര്യത്തിൽ V.D. സതീശൻ സ്ഥിരീകരണം നൽകുന്നുണ്ടോ? അതിന്റെ വേദിയിലാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിനെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടുമ്പോൾ അത് പ്രതിപക്ഷത്തിനെതിരെ CPM ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലാണ്.